യുവതീ പ്രവേശനം, മതില് കെട്ടല്, മറ്റേ അതൊക്കെയായിട്ട് നടക്കും. ഏതായാലും മതില് കെട്ടാൻ പോയാൽ 24 മണിക്കൂറായപ്പോഴേക്കും മതിയായി. മതിലിന്റെ സംഘാടക സമിതിയുടെ അധ്യക്ഷൻ തന്നെ 24 മണിക്കൂർ കഴിഞ്ഞപ്പോ തള്ളിപ്പറഞ്ഞു. ആ അവസ്ഥയിലേക്ക് കേരളം എത്തി. ഇപ്പൊ മതിൽ ആരാ കിട്ടിയെന്നുള്ളതിനെ കുറിച്ചുള്ള സംശയം. ഇത് താഴെ തട്ടിൽ മതിൽ കെട്ടാൻ പറയും. ഇനി ഞാനിവിടെ ഒരു സഭാ അധ്യക്ഷന്റെ നവോത്സര ചടങ്ങില് ഞങ്ങളെയൊക്കെ ക്ഷണിച്ചിരുന്നു. ഞങ്ങളുടെ ജനപ്രതിനിധികളും എല്ലാ മതങ്ങളിൽപ്പെട്ട മതമേലധ്യക്ഷന്മാരെയൊക്കെ ക്ഷണിച്ചിരുന്നു. ആ യോഗത്തിൽ വെച്ച് അവിടെ തമ്പാനൂർ പള്ളിയിലെ ഇമാം പറഞ്ഞു, എല്ലാ മതിലുകളും തകരട്ടെന്നു. കടകംപള്ളി ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ ഈ നാട്ടുകാരനെ അല്ല എന്നുള്ള പക്ഷേ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാ പറഞ്ഞു, എല്ലാ മതിലുകളും തകരട്ടെ, മനുഷ്യൻ ഒന്നാകട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. പരസ്പരം മതങ്ങളെ വേർതിരിക്കുന്ന, ജാതികളെ വേർതിരിക്കുന്ന പിണറായി സൃഷ്ടിച്ച ഈ മതിലുകൾ തകരണം, അത് തകർക്കണം. അതിനാണ് നമ്മളിവിടെ ഈ സമരത്തിന്റെ ആദ്യഘട്ടം. ഇനി ഉപവാസം എന്ന് പറയുമ്പോ മുമ്പ് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാവാവുന്നവനോട് ഉപവാസം നടത്തിയിട്ട് കാര്യമുള്ളൂ. പിണറായിയോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. പിന്നെ ഏതായാലും അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം, അദ്ദേഹത്തിന് അവസാനത്തെ CPM-ന്റെ മുഖ്യമന്ത്രി ആവണം. ആഗ്രഹം അങ്ങനെ നടത്തി കൊടുക്കാന്നുള്ളതുകൊണ്ടാണ് നമ്മളും ഏതായാലും ഒരു സംഘർഷത്തിലേക്കൊന്നും പോകണ്ട. കാരണം ഇന്ത്യ ഭരിക്കുന്നവരും സംസ്ഥാനം ഭരിക്കുന്നവരും തന്നെ ഇഷ്ടംപോലെ സംഘർഷം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് സംഘർഷം വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ഉപവാസം നടത്തുന്നത്. ഇതൊരു ദൗർബല്യമായിട്ട് കാണണ്ട. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ മുഖ്യമന്ത്രി അങ്ങേക്ക് അധിക കാലം പോകേണ്ടി വരില്ല. അങ്ങയുടെ ശത്രുക്കൾ അങ്ങയുടെ കൂടെ തന്നെയുണ്ട്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞാൽ ഊരി പിടിച്ച വാടുന്നൊക്കെ, ഒരു ഊരി പിടിച്ച വാടുമില്ല. അപ്പൊ ചുറ്റും പോലീസിനെ നിർത്തിയിട്ടാ പോകും. ജയചന്ദ്രനാഥന്റെ കാലത്ത് ഇവിടെ എസ്കോർട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് വിമർശിച്ച ആള് ഇപ്പൊ വരുമ്പോ തന്നെ കാണാം വാണിംഗ് പൈലറ്റ്, അതിന്റെ കൂടെ 2 പൈലറ്റ് വേറെ, 4 എസ്കോർട്ട്, അതിന് അവസാനം ഒരു ആംബുലൻസ് വാനും. ഇത്രയാണ് മുഖ്യമന്ത്രിയുടെ കോൺവോയ്. ചുറ്റും വന്നു കഴിഞ്ഞാൽ തന്നെ ആളുകളെ ചുറ്റും നിർത്തും പോലീസ് ഉദ്യോഗസ്ഥന്മാർ. അതിനു പുറമെ യോഗം കേൾക്കാൻ വരുന്നവർക്ക് ഒരു മണപ്പിക്കുന്ന പോലീസ് നായ അതിനു മുമ്പ്. ചുരുക്കം പറഞ്ഞ പ്രധാനമന്ത്രിയാണോ രാഷ്ട്രപതിയാണോ മുഖ്യമന്ത്രിയാണോ വരുന്നതെന്ന് പോലും സംശയം. എന്നിട്ടാണ് പറയുന്നത് ഇരട്ട ചങ്കന. ഒരു ചങ്ക് പോയിട്ട് ഓട്ട ചങ്ക് പോലും ഇല്ല. അതാ ഞാൻ പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഒരു പൂച്ചയെ കൊണ്ടിരുത്തിയാൽ 4 എലികളെങ്കിലും പിടിക്കുമായിരുന്നു. ആ ഉപകാരം പോലും ഈ മാന്യനെ കൊണ്ടില്ല.